ഇല്ലില്ല, മാമൻ കഴിക്കാം, ഞാൻ എടുക്കാം. ഹലോ. ആ പ്രസാദേട്ടാ. ആ എന്താ പ്രസാദേട്ടാ കിതയ്ക്കുന്നെ? അത് ദുർഗ, ഞാനേ മോളിൽ നിന്ന് ഇറങ്ങി വന്നതാ, അതിന്റെ ഒരു കിതപ്പാ. മൊബൈലിൽ വിളിച്ചിട്ട് എടുക്കാത്തോണ്ടല്ലേ ലാൻഡ് ഫോണിൽ വിളിക്കേണ്ടി വന്നത്? അയ്യോ, പ്രസാദേട്ടന്റെ ഫോൺ എവിടെയാ? അത് ആദിയുടെ റൂമിലാ. അതൊന്നെടുത്ത് കയ്യിൽ വെക്ക്. വിളിച്ചിട്ട് എടുക്കാതിരുന്ന ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ആവില്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എറണാകുളം എത്താറായോ? ഓ ഇല്ലെന്നേ, പകുതി ദൂരം പോലും ആയിട്ടില്ല. വണ്ടി പണി തന്നു. ഒരു മണിക്കൂറിൽ കൂടുതലായി മെക്കാനിക്ക് നോക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് വണ്ടി റെഡി ആയില്ലേ? റെഡിയായെന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ചു വരാൻ കുറച്ച് താമസിക്കും. പ്രസാദേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, എനിക്കെന്ത് കുഴപ്പം. ഇനി രാത്രി നിങ്ങൾ വരാൻ ലേറ്റ് ആയാലും എനിക്കിവിടെ ഫുഡ് ഉണ്ടാവും. നിങ്ങൾ വരുമ്പോഴേ കഴിച്ചിട്ട് വന്നാ മതി. ആ ശരി, എന്തായാലും ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ഇനി തിരിച്ചു വരുന്നില്ല. വെറുതെ ഈ ഒരു ദിവസം വേസ്റ്റ് ആവും. അതെ അതെ, പോയിട്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ വന്നാ മതി. അതെ, എന്നെ ആലോചിച്ച് ടെൻഷൻ ഒന്നും ആവണ്ട. ഓക്കെ പ്രസാദേട്ടാ, ഞാൻ ഇടയ്ക്ക് വിളിക്കാവേ. ഓക്കെ ഓക്കെ, ശരി. എന്റെ പൊന്നു മോളെ, നീ ആ ഫോണിലെങ്ങാനും ഹലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം തീർന്നനെ ഇപ്പൊ. സത്യം പറഞ്ഞ ഞാൻ ഫോൺ എടുത്തപ്പോഴും അങ്ങനെ ഒരു അപകടത്തെ കുറിച്ച് ആലോചിച്ചേ. ദുർഗേച്ചിക്ക് സംശയമൊന്നുമില്ലല്ലോ ഏട്ടാ? എന്തും മണത്തറിയാൻ മെടിക്കുക ദുർഗേച്ചി. ഏയ് ഇല്ല, ഇതിലൊരു സംശയം അവൾക്കില്ല. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. അവരിനി രാത്രി വൈകി തിരിച്ചെത്തും. വണ്ടി വഴിയിലായിത്രേ, ഇപ്പൊ റെഡിയായി പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ മാമ? പിന്നെ അതേടി മോളെ, നമുക്ക് നടിച്ചു പൊളിക്കണം. അയ്യോ, ആരാ? ജയേട്ടനാ. ജയേട്ടാ ഇറങ്ങിയോ? ദേ ഇവിടെ എല്ലാം റെഡിയാ. ആണോ? കുറച്ച് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ശരി, എന്താപ്പ ചെയ്യ? ഡ്യൂട്ടി അല്ലേ? ഞാൻ പറയാം. എസ്കോർട്ട് ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? അതെ, ഒരു രക്ഷയില്ല. മിനിസ്റ്റർക്ക് ഇന്ന് 3 പ്രോഗ്രാമോ മറ്റോ ഉണ്ടത്രേ. ഇത് പോലീസുകാർക്ക് പതിവാ. എന്തായാലും ദുർഗയും ടീമും വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ജയൻ അതിനിടയിൽ എപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റും. അതുവരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാലോ. അച്ഛനെ കാത്തു നിൽക്കുന്നില്ലെങ്കിൽ മാമന് ഭക്ഷണം വിളമ്പട്ടെ? എനിക്ക് മാത്രോ? അത് പറ്റില്ല, നമ്മൾ 3 പേരും ഒരുമിച്ച് കഴിക്കും. കുറച്ചു നേരം കൂടെ ഒന്ന് കഴിയട്ടെ, അല്ലേ പ്രിയ? ഊണ് കഴിക്കാൻ സമയം ആവുന്നല്ലേ ഉള്ളൂ. അതാണ്. മോളെ, നീ പോയിട്ടേ മോളില് ആദിയുടെ റൂമില് മാമന്റെ ഫോൺ ഇരിപ്പുണ്ട്, അത് ചാർജിൽ ഇട്ടിരിക്കുക, എടുത്തിട്ടോ. ചെന്ന് ഇങ്ങനെയാണോ അവന്റെ മുറി? ഇവൻ ഒരു അടുക്കും ചിട്ടയില്ലല്ലോ. ബെഡ്ഷീറ്റ് പോലും നേരാവണ്ണം വിരിച്ചിട്ടില്ല. നിന്റെ ഗ്ലാമറിന് ചേരാതെ പോയല്ലോ ആദ്യം ഇത്.
മുഷിഞ്ഞ ഷർട്ട് ഇവൻ എത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അയ്യോ, ഇതിൽ ബ്ലഡ് ആണല്ലോ. ഇതിവൻ ഏതോ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച പോലെ ഉണ്ടല്ലോ. അന്ന് ആദ്യം എന്നെ രക്ഷിക്കുമ്പോ ഇട്ടിരുന്ന ഷർട്ടാണല്ലോ ഇത്. ഈശ്വര, എന്റെ രക്തം പുരണ്ട ഈ ഷർട്ട് അവൻ അതേപോലെ സൂക്ഷിച്ചിരിക്കുന്ന എന്തിനായിരിക്കും? അവനെന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? റെഡിയാക്കിയിട്ടുണ്ട്. ആ, എത്രയാ ചേട്ടാ? 500 തന്നാ മതി. ആഹാ, 500 രൂപയ്ക്ക് വേണ്ടിയാണോ ഇത്രയും സമയം എടുത്തത്? കംപ്ലൈന്റ് അത്ര ചെറുതല്ല. തൽക്കാലം ഒന്ന് ശരിയാക്കിയെന്നേ ഉള്ളൂ. ചേട്ടാ, തിരിച്ചു പോയിട്ട് കമ്പനി സർവീസിന് കയറ്റണം. ചിലപ്പോ എഞ്ചിൻ പണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയെന്നാ. ആവശ്യമില്ലാത്ത യാത്രയ്ക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കും. പുറപ്പെട്ടതിന്റെ അല്ല കുഴപ്പം, ആ കുട്ടിപ്പിശാചിനെ കണ്ടതിന്റെയാ. അമ്മയല്ലേ വണ്ടി നിർത്തിയത്, അല്ലാതെ തുളസി നമ്മളെ കൈ കാണിച്ച് നിർത്തിയൊന്നും അല്ലല്ലോ. ഡാ, ആ മതി മതി, ഇനി നിങ്ങൾ തമ്മിൽ വഴി കിടന്ന് കലവില കൂട്ടണ്ട. അത് വിട്ടേക്ക് ദുർഗേ. വണ്ടി ശരിയല്ലേ? ഇനി നമുക്ക് പോവാം. ആദ്യേട്ടാ വേഗം വണ്ടി എടുക്ക. എന്താ നിനക്കെന്തെങ്കിലും മടിയുണ്ടോ? എനിക്കെന്ത് മടി? മെക്കാനിക്ക് പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ. രാത്രിയിൽ തിരിച്ചു വരുമ്പോ മറ്റേ ഇതുപോലെ വഴിയിൽ പെട്ടാലേ എല്ലാരും ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വണ്ടി പിടിച്ചു പോവാ ആന്റി. ഈ റിസ്ക് ഇല്ലല്ലോ. എന്താ പറ്റി വേണ്ടേ? മൊത്തത്തിലൊരു അപശകുനം പോലെ തോന്നുന്നു. ആ എങ്കിലേ നമുക്ക് ഈ യാത്ര മാറ്റി വെക്കാം. ഇപ്പൊ തിരിച്ചു പോയിട്ട് നമുക്ക് വേറൊരു ദിവസം പോവാം. മാമോ, സാരമില്ല, ചിലപ്പോ ഇത് നല്ലതിനായിരിക്കും. ആ അതെ, ഇന്നൊരു ദൂരയാത്ര നമുക്ക് പറ്റില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ആദി, നമുക്ക് തിരിച്ചു പോവാം. എന്താ? ഓക്കെ അമ്മേ, അതായിരിക്കും നല്ലത്. ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ. എന്തിന്? എന്നെ പരിഹസിക്കുന്ന കേൾക്കാനോ? അവിടെ എത്തുമ്പോ അറിഞ്ഞാ മതി. നീ വണ്ടി എടുക്ക. വണ്ടി എടുക്ക. ആ അത് ശരി. ഞാൻ പോയ സമയം കൊണ്ട് നിങ്ങൾ കഴിക്കാനും തുടങ്ങിയോ? ആ, നീ വരാതെ ഞങ്ങൾ കഴിക്കൂടി. ഇരിക്കവിടെ. ആ അല്ല, ഒരു ഫോൺ എടുക്കാൻ പോയിട്ട് ഇത്രയും സമയോ? നീ അവിടെ എന്തെടുക്കായിരുന്നു? ആ ആദിയുടെ റൂമേ കാണേണ്ട കോലത്തിലായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചതാ. ആ സുലു ആന്റിക്ക് ഇവിടെ എന്താ മാമ ജോലി? മുറിയൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ടൂടെ അവർക്ക്? ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കേണ്ടത് ദുർഗയല്ലേ മോളെ. അവള് സുലുവിനെ കാണുന്നതേ അവളുടെ അഡ്വൈസർ ആയിട്ടാ. ആ, നിന്നെ പോലെ നല്ല ചുറുചുറുക്കുള്ള പെണ്ണ് വീട്ടിൽ വന്ന് കയറിയാൽ ചിലപ്പോ എല്ലാം ശരിയാവുമായിരിക്കും. അല്ലേടി? ആ, ഇവിടെ ഇപ്പൊ അതിനു വേണ്ടിയുള്ള സെലക്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു.
കുറച്ചു ദിവസമായിട്ട് വേറൊരു ചുറുചുറുക്കുള്ള പെണ്ണിന് ദുർഗാമ്മ ഇവിടെ നിന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പതേ എന്നെ വിളിപ്പിച്ച് മാമൻ സദ്യ ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു. ഇതിൽ ആർക്കാണാവോ നറുക്ക് വീഴാൻ പോകുന്നേ? ഒന്ന് പോടി. ആതിരയുടെ കാര്യമൊന്നും മാമൻ അറിയില്ല. മാമനെ ആദിക്ക് വേണ്ടി പണ്ടേ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഏട്ടാ? അതെ അതെ, അവൾക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നാവിനെ ഇല്ലേന്നൊരു സംശയം. എന്നാ കഴിച്ചാലോ? ആ കഴിക്കാം. കഴിക്ക്. എന്താ പെണ്ണേ? ഒന്നുമില്ല ഏട്ടാ. ഞാൻ അമ്മയെ ഓർത്തതാ. ഇപ്പോ അമ്മയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇരട്ടി സന്തോഷാവുമായിരുന്നു. ഞാൻ അമ്മയുടെ കാര്യം മനഃപൂർവ്വം ഓർക്കാതിരുന്നതാ. എന്തെങ്കിലും നമ്മളിങ്ങനെ കൂടുന്നത് കാണണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതിനെന്താ മാമ, മുത്തശ്ശി കുറച്ചു ദിവസം ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ പോയതല്ലേ. മുത്തശ്ശി തിരിച്ചു വന്നിട്ട് നമുക്കൊരിക്കൽ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കൂടാ. അപ്പൊ അച്ഛനും ഉണ്ടാവും. അതായിരിക്കും മുത്തശ്ശിക്ക് ഇതിലും സന്തോഷം. പിന്നെ എന്തിനാ ഇപ്പൊ മുത്തശ്ശി ആലോചിച്ച് വിഷമിക്കുന്നേ? അപ്പൊ നീ അത് പ്ലാൻ ചെയ്തോ? ഇതിലും നമുക്ക് അത് ഗംഭീരമാക്കാം കേട്ടോ. ഓക്കെ, കഴിക്കും. മാമ, ഇത് ലാസ്റ്റ് ആണേ. ഇതോടെ പായസം തീർന്നു. അല്ല, തീർന്നോ? ഇത് മതി. നിന്റെ കൈപ്പുണ്യം കൊണ്ടല്ലേ മാമനത് കഴിച്ചു പോന്നത്. കുറച്ചും കൂടി. ഇല്ല, മതി, അത്രയും മതി. ഊണിന് മുമ്പും ഊണിന്റെ കൂടെയൊക്കെ കഴിച്ചതാ. കുഴപ്പമൊന്നുമില്ല പിന്നെ, എപ്പോഴെങ്കിലും അല്ലേ. ഭാഗ്യത്തിന് ഞാൻ ഡയബറ്റിക്കും അല്ല. അയ്യോ, നല്ല യാത്ര. മാമ, അവര് വന്നു. അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ ആദി, തിരിച്ചു വരുന്ന കാര്യം നിനക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ദുർഗെ, ചിലപ്പോ യാത്ര മുടങ്ങിയത് നല്ലതിനായിരിക്കുമെന്ന്. ദുർഗേച്ചി, നാണവും മാനവും ഇല്ലാത്ത കള്ള പരീക്ഷകള്. തോണ്ടി എറിയും തോറും തിരിച്ചു വരുന്ന അട്ടയെക്കാളും നികൃഷ്ടമായ ജന്മങ്ങള്. ദുർഗ, എന്താ? വെറുതെ ഒച്ച വെച്ച ആയുസ് കുറയ്ക്കണ്ട. ഞാനില്ലാത്ത തക്കം നോക്കി എന്റെ വീട്ടിൽ നുഴഞ്ഞു കയറിയ ഇവറ്റകളെ കള്ള പരീക്ഷകളെന്നല്ലാതെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത്?
ഇവിടെ ആരും നുഴഞ്ഞു കയറി വന്നിട്ടൊന്നുമില്ല. ഞാൻ ക്ഷണിച്ചിട്ടാ എന്റെ പെങ്ങളും മരുമോളും ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പാതിരാത്രിക്ക് തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോ? അതും എന്റെ പെങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്തുള്ളപ്പോ. വല്ലതൊക്കെ സംസാരിച്ചിരിക്കാനും എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കി തരാനും എന്റെ കൂടപ്പുറപ്പനെയും മോളെയും ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എന്താണ് ഒരു തെറ്റ്? നിങ്ങൾ വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ വീട്, നിങ്ങളുടെ പെങ്ങളും മരുമോളും. അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് കാര്യം? പക്ഷേ അത്രയ്ക്ക് ധൈര്യവും വിവരക്കെടും എന്റെ ഭർത്താവ് കാണിക്കില്ലെന്ന് എനിക്കറിയാം. ഇത് ഇവള് പ്ലാൻ ചെയ്ത വിരുന്ന് സൽക്കാരമാണ്. ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നത് കണ്ട ഇവള് കിട്ടിയ അവസരം ഉപയോഗിച്ച് തള്ളയും കൂട്ടി ഇവിടെ മോഷ്ടിക്കാൻ കയറിയതാ. എന്തൊക്കെ നിങ്ങൾ ഇഷ്ടദാനമായിട്ട് കൊടുത്തു? ദാനം കിട്ടിയത് പോരാഞ്ഞ് അമ്മയും മോളും കൂടി ഈ മനുഷ്യന്റെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ ഇവിടുന്ന് കടത്തി. ദുർഗേച്ചി, നിന്ന് മോങ്ങാതെ സത്യം പറയടി. എല്ലാത്തിന്റെയും കണക്കെനിക്ക് ഇപ്പൊ കിട്ടണം. തരാം, എല്ലാത്തിന്റെ കണക്കും തരാം. ആദ്യം ഇവിടുന്ന് നഷ്ടപ്പെട്ടതിന്റെ ലിസ്റ്റ് ഇതാ. ഞാനും എന്റെ ഭർത്താവും തമ്മിലുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും. നീയും നിന്റെ തള്ളയും ഇവിടെ കാലെടുത്ത് വെച്ചതോടെ ആദ്യം നഷ്ടപ്പെട്ടത് അതാ. ഇല്ല ദുർഗ, നീ കരുതുന്ന പോലെ ഇവര് നിനക്ക് ഒരിക്കലും എതിരല്ല. എന്റെ മനസ്സിൽ നിന്ന് നിന്നെ അകറ്റാൻ ഒരു വാക്കുകൊണ്ട് പോലും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്താ? ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്റെ ഭർത്താവിന് പായസവും സദ്യയും ഒരുക്കി കൊടുക്കുന്നത് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? അതോ എന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് വരുത്തി തീർക്കാനോ? അയ്യോ, ഇങ്ങനെയൊന്നും പറയില്ല ദുർഗേച്ചി. നമ്മൾ ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിരുന്നപ്പോഴും ഞാൻ ചെയ്യുന്നതല്ലേ ഇതൊക്കെ? അതേടി, അന്നേ നീ എന്നെ കഴിവുകെട്ടവളായി ചിത്രീകരിക്കാൻ പലതും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാ ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി നിന്നെ ഞാൻ കണക്ക് തീർത്തു വിട്ടത്. തരാനുള്ളതൊക്കെ അന്നേ തന്നു. പോരാത്തത് നീ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് നിന്റെ ഈ ആർത്തി അടങ്ങാത്തത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദുർഗേച്ചി, അല്ലെങ്കിൽ പിന്നെ എന്തിനാടി എന്റെ ഭർത്താവിന്റെ പുറകെ നീ ഒരു നിഴലായിട്ട് എപ്പോഴും നടക്കുന്നത്? ഞാനറിയാതെ നിന്റെ ഏട്ടനോട് എന്തോ എരന്ന് വാങ്ങിക്കാനല്ലേ നീ ഒരു കള്ളിയെ പോലെ കയറി വന്നത്? ഹലോ, കുറെ നേരമായല്ലോ ഞങ്ങൾ ഭയങ്കര കള്ളികളാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നു. പ്രസാദ് മാമൻ ക്ഷണിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ വന്നേന്ന് മാമൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? വായടക്കടി. ഇദ്ദേഹത്തെ മുമ്പിൽ നിർത്തി രക്ഷപ്പെടാൻ നോക്കുകയാണോ നീ? കുറച്ചു ദിവസം മുമ്പ് നീയും നിന്റെ അമ്മയും കൂടി റോഡിൽ വന്ന് ഗോഷ്ടി കാണിച്ചിട്ട് പോയി. ഇപ്പോ ആളില്ലാത്ത തക്കം നോക്കി നേരെ കയറി ഇങ്ങ് പോന്നു. ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വസിക്കു ദുർഗ, ഇവര് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. ഇക്കാര്യത്തിൽ ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ പറയുന്നത് വിശ്വസിക്കാമേ. ഈ വീട്ടിൽ അച്ഛന്റെ അനുവാദം ഇല്ലാതെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? വരാനൊക്കെ പറ്റും. അങ്ങനെ ചില തൽപര കക്ഷികളെ ദുർഗാമ്മ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഞങ്ങളെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അനുവാദത്തോടെ വന്നാലും അംഗീകരിക്കില്ലെന്ന് മാത്രം. മോളെ മതി, നിർത്ത്. അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഇവര് പറയുന്നൊക്കെ കേട്ട് നമ്മൾ വായടച്ച് നിന്നാലേ ഇവരിവിടെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വരും. അങ്ങനെ എല്ലാം വകവെച്ച് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. നോക്കൂ ദുർഗാമ്മേ, പ്രസാദ് മാമനോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് മാത്രമാ ഞാനും എന്റെ അമ്മ ഇവിടേക്ക് വന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ കുഴിച്ചിട്ട നിധി മാന്തിയെടുക്കാനൊന്നും അല്ല.
സ്വത്തും മുതലും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹിച്ച് നിങ്ങളുടെ കൂടെ പലരും ഇവിടെ കൂടിയിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ എന്നെ അമ്മയും കൂട്ടണ്ട. കള്ളപ്പരിശകളെന്ന് നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നതേ അവരെയാ, അല്ലാതെ ഞങ്ങളെയല്ല. നിന്നെ വിളിച്ചാ നീ എന്ത് ചെയ്യൂടി? വിളിച്ചു നോക്ക്, അപ്പൊ അറിയാം. എടി കള്ളി. ദേ, എടി. ദേ, ഏയ്,